Hello all, welcome to another class of Business Research Methods. And today we are going to discuss about variable. Variable എന്ന ടേം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ് അല്ലേ. വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ചിങ് അല്ലെങ്കിൽ ചേഞ്ചബിൾ എന്നൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ക്വാണ്ടം ഓ വാല്യൂ. അതായത് എന്താ പറയുക, ഒരു വസ്തുവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുവിനെയും നമുക്ക് വാരിയബിൾ എന്ന് പറയാവുന്നതാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻവാരിയബിൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ്, കോൺസ്റ്റൻറ്റ്, ഫിക്സഡ് എന്നൊക്കെ പറയുന്നത്. വേരിയബിൾ, ഫിക്സഡ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും വേരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഡിക്ഷണറി മീനിങ് ചേഞ്ചിങ് ഓർ ചേഞ്ചബിൾ എന്നതാണ്. ഓക്കെ, ബട്ട് ഇൻ റിസർച്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ചിലപ്പോൾ ഒരു ബിസിനസ് പ്രോബ്ലത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ എൻറ്റിറ്റീൻ്റെ ആവാം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ വാരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ചിൽ നമ്മൾ പല രീതിയിലുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. പല മേഖലകളിലായിട്ട് എന്താ പറയുക സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ ഒരു പഠന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പലവിധ കാര്യങ്ങളുടെയും സ്വഭാവ സവിശേഷ ഗുണത്തെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എലമെൻസിനെയോ ഒക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വേരിയബിൾസ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് റിസർച്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് റിലേറ്റഡ് പ്രോബ്ലംസ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സെയിൽസ് ഇൻക്രീസിങ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്, അല്ലെങ്കിൽ എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബിസിനസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് റിസർച്ചിൻ്റെ വാരിയബിൾസ് ആണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുവാൻ സാധിക്കും. So, in research, when we study about characteristics of something like a business problem or an individual or an entity, then these characteristics can be considered as variables. Okay, basically 4 type of variables ആണുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് 4 ടൈപ്പാണ്. ഇത് കൂടാതെ ഒരു ടൈപ്പും കൂടി ഉണ്ട്, പക്ഷേ സാധാരണഗതിയിൽ പറയപ്പെടാറുള്ളത് 4 types of variables എന്നാണ്. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ ടൈപ്സ് ഓഫ് variables, that is the dependent variables, the independent variables, the moderating variables and the intervening variables. ഇതല്ലാതെ ഒരു അഡീഷണൽ വാരിയബിളും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്ട്രാനിയസ് വാരിയബിൾസ്. ഓക്കെ, സോ 5th one എന്ന് നമുക്ക് പറയാൻ സാധിക്കും എക്സ്ട്രാനിയസ് വാരിയബിളിനെ, പക്ഷേ മേജർ കാറ്റഗറൈസേഷനിൽ നമുക്ക് പെടുത്താൻ സാധിക്കാത്തതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഓരോ വാരിയബിൾസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് വാരിയബിളാണ്. ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കേട്ട് വരുന്ന കാര്യമാണ്. എന്താണ്? ആശ്രയിക്കുക അല്ലേ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആശ്രയിക്കുന്ന ഒരു വാരിയബിളായിരിക്കും. സോ ഹിയർ എ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ is one which depends on a independent variable defined for study. അതായത് ഒരു റിസർച്ചിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണോ ആ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാരിയബിളിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വാരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും നമുക്ക് കണക്ട് ചെയ്ത് അങ്ങോട്ട് പഠിക്കാം. സോ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ സെയിൽസ് ഓഫ് ഐസ്ക്രീം മേ ഗോ അപ്പ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ സെയിൽസും കൂടും. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ 2 വാരിയബിൾ ഉണ്ട്. എന്താണ്? ടെമ്പറേച്ചർ ഒരു വാരിയബിളാണ്, സെയിൽ ഓഫ് ഐസ്ക്രീം മറ്റൊരു വാരിയബിളാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും പറയാൻ സാധിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽ ഓഫ് ഐസ്ക്രീം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ അല്ലേ. ഐസ്ക്രീമിൻ്റെ സെയിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്? ടെമ്പറേച്ചറിനെയാണ് അല്ലേ. ടെമ്പറേച്ചർ കൂടിയാൽ ഐസ്ക്രീമിൻ്റെ സെയിൽ കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ സെയിൽ കുറയും. സോ ഹിയർ ദ സെയിൽ ഓഫ് ഐസ്ക്രീം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. ഹിയർ ദ സെയിൽ ഓഫ് ഐസ്ക്രീം ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വെർ ആസ് ദ ടെമ്പറേച്ചർ ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അവിടെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല അല്ലേ. ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ എന്താണ് എന്തിനാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്? സെയിൽസിനെ അല്ലേ. അപ്പോൾ സെയിൽസ് ആണ് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെയിൽസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ സെയിൽസ് is the sale of ice cream is the dependent variable and another one that is temperature is an independent variable. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? It is a variable which influences or explain the variation in another variable which are considered for the study. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു സ്റ്റഡിക്ക് കൺസിഡർ ചെയ്യുന്ന മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിൻ്റെ വേരിയേഷന്, ചേഞ്ചിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റത്തിന് കാരണമാകുന്ന ഒരു വേരിയബിളിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ എക്സാമ്പിളിൽ ടെമ്പറേച്ചറാണ് അല്ലേ. ടെമ്പറേച്ചറാണ് സെയിൽ ഓഫ് ഐസ്ക്രീമിൻ്റെ ചേഞ്ചിന് കാരണമാകുന്നത്. അതാണ് ആ വേരിയേഷന് കാരണമാകുന്നത്, അല്ലെങ്കിൽ അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് സ്വാധീനിക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് ഓർ എക്സ്പ്ലെയിൻ ദ വാരിയേഷൻ ഇൻ ദ അതർ വേരിയബിൾ ഹിയർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അതർ വേരിയബിൾ വിച്ച് ആർ കൺസിഡർഡ് ഫോർ ദ സ്റ്റഡി. So the value of this variable can be decided or controlled by the researcher. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ റിസർച്ചർക്ക് ഡിസൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും അപ് ടു എ ലിമിറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു എക്സാമ്പിളിൻ്റെ ആ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു പരിധി വരെയുള്ള എല്ലാ ബിസിനസ് റിസർച്ചിലും യൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ റിസർച്ചർക്ക് ഡിസൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കാവുന്നതാണ്. ഓക്കെ, സോ വെൻ വി സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്, രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫാക്ട്സ് തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ സെയിൽ ഓഫ് ഐസ്ക്രീമും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. അത് രണ്ട് രീതിയിലാവാം, പോസിറ്റീവും ആകാം നെഗറ്റീവും ആവാം. നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആവാം, ദാറ്റ് മീൻസ് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് അത് പോസിറ്റീവ്ലി ആവാം, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കൂടും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കുറയുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കുറയും എന്ന രീതിയിലാകാം. നെഗറ്റീവ് വേയിലും ആവാം, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കുറയുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കൂടുന്നു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൂടുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കുറയുന്ന രീതിയിൽ നെഗറ്റീവ് വേയിലും ആവാം. എല്ലായ്പ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മറ്റ് ടേംസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി വേരിയബിൾ ഓർ കാഷ്വൽ വേരിയബിൾ എന്നാണ്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി വേരിയബിൾ എന്ന് പറഞ്ഞാലും കാഷ്വൽ വേരിയബിൾ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഇൻ എനി എക്സ്പെരിമെൻ്റ്, ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റഡിയിലോ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു ടൈമിൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു ടൈമിൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് ദർ ആർ 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്, അതും സങ്കല്പിക്കുക. ഒരു എക്സ്പെരിമെൻറ്റിൽ 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ വേ ഈസ് ടു ഫൗണ്ട് ടു ന്യൂട്രലൈസ് ദെയർ എഫക്ട്സ് ബൈ സം ടെക്നിക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു എന്താ പറയുക ന്യൂട്രൽ സ്റ്റേറ്റ്, അതായത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളോ അല്ലെങ്കിൽ 2-ലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ചേഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടെക്നിക്ക് നമുക്ക് കണ്ടുപിടിച്ചേ സാധിക്കുള്ളൂ. അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കാം. എ മാനേജർ believes that
ഗുഡ് സൂപ്പർവിഷൻ ആൻഡ് ഗുഡ് ട്രെയിനിങ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മാനേജർ എന്താ വിചാരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഗുഡ് സൂപ്പർവിഷൻ, രണ്ടാമത്തെ കാര്യം ഗുഡ് ട്രെയിനിങ്. രണ്ടും പ്രൊഡക്ഷൻ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗുഡ് സൂപ്പർവിഷൻ നമ്പർ 1 വേരിയബിൾ ആൻഡ് ഗുഡ് ട്രെയിനിങ് നമ്പർ 2 വേരിയബിൾ. 2 വേരിയബിൾസ് ഉണ്ട്. ഈ 2 വേരിയബിൾസും എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ലെവൽ കൂട്ടുന്നതിനെ എഫക്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 2 ഫാക്ടേഴ്സ് തന്നു. അപ്പം ഇവിടെ പ്രൊഡക്ഷൻ ലെവലുണ്ട്, അതേപോലെ തന്നെ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂപ്പർവിഷനും അതേപോലെ തന്നെ ട്രെയിനിങ്ങും. ഈ 2 കാര്യം, ഈ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലെവലിനെ വാരിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൊഡക്ഷൻ ലെവൽ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് സൂപ്പർവിഷൻ ആൻഡ് ഗുഡ് ട്രെയിനിങ് അല്ലേ? അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രൊഡക്ഷൻ ലെവലും മറ്റുള്ള 2 വേരിയബിൾ ഗുഡ് സൂപ്പർവിഷനും ഗുഡ് ട്രെയിനിങ്ങും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ്, ഈ 2 ഫാക്ടേഴ്സിൻ്റെയും എഫക്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 2 എക്സ്പെരിമെൻറ്റ് നടത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ 2നെ എഫക്റ്റ് അറിയണമെങ്കിൽ 2 എക്സ്പെരിമെൻറ്റ് നടത്തേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത് മറ്റേതെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നത് 2 എക്സ്പെരിമെൻ്റ് ആക്കി നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക ഗുഡ് സൂപ്പർവിഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണെങ്കിൽ, അതായത് ഗുഡ് സൂപ്പർവിഷൻ പ്രൊഡക്ഷൻ ലെവലിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ന് അറിയാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം വർക്ക് ഫോഴ്സിനെ 2 സൂപ്പർവൈസേഴ്സിനെ കൊണ്ട് സൂപ്പർവൈസ് ചെയ്ത് നോക്കുന്നു. സെയിം ആൾക്കാരെ അല്ലെങ്കിൽ സെയിം ലേബേഴ്സിനെ 2 ഡിഫറെൻറ്റ് സൂപ്പർവൈസേഴ്സിനെ കൊണ്ട് സൂപ്പർവൈസ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഗുഡ് സൂപ്പർവിഷൻ ആണോ പ്രൊഡക്ഷൻ ലെവൽ കൂട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ വേരിയബിൾ ആയിട്ടുള്ള ഗുഡ് ട്രെയിനിങ് ആണോ പ്രൊഡക്ഷൻ ലെവലിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സൂപ്പർവൈസേഴ്സിനെ സെയിം ആക്കി വെക്കുക, അല്ല സൂപ്പർവൈസറിനെ സെയിം ആക്കി വെക്കുക, ബട്ട് വർക്കറിനെ ചേഞ്ച് ചെയ്യാം. വർക്കേഴ്സിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ ചേഞ്ച് ചെയ്യുക. അതായത് ഒരു കാറ്റഗറി അൺട്രെയിൻഡും ഒരു കാറ്റഗറി ട്രെയിൻഡും ആക്കി വെക്കുക, സെയിം സൂപ്പർവൈസറിനെ അലൗട്ട് ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നോക്കാം ട്രെയിൻഡും അൺട്രെയിൻഡുമാണല്ലോ. അപ്പോൾ ട്രെയിനിങ് പ്രൊഡക്ഷൻ ലെവലിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ, ഈ 2 എക്സ്പെരിമെൻറ്റിലൂടെ ഡിഫറൻസസ് ഇൻ പ്രൊഡക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഡിഫറൻസസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ലെവൽ. 2 വാരിയബിൾസും ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു? പ്രൊഡക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ സ്റ്റഡി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ആ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റു ചില ടെക്നിക്സും കൂടി എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ്സ് ഓൾ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വാരിയബിൾ ദാറ്റ് ഈസ് മോഡറേറ്റിംഗ് വാരിയബിൾ. നമുക്കറിയാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ 2 വാരിയബിൾസും തമ്മിലൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അല്ലെങ്കിൽ 2 വാരിയബിളും തമ്മിലൊരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ചിലപ്പോൾ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഒന്നിലുണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ച് ചിലപ്പോൾ മറ്റൊന്നിൽ പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാം. ബട്ട് സംടൈംസ് ഒന്നിലുണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ച് മറ്റൊന്നിൽ നെഗറ്റീവ് ചേഞ്ച് ആയിരിക്കും. എന്തായിട്ടിരുന്നാലും ആ 2 വാരിയബിൾസ് തമ്മിൽ എന്തുണ്ടാവാറുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില വാരിയബിൾസ്, there are certain variable which helps to establish relationship between independent variable and dependent variable. ചില വാരിയബിൾസ് ഈ 2 വാരിയബിൾസും തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന വാരിയബിൾസ് ഉണ്ട്. അത്തരത്തിലുള്ള വാരിയബിൾസിനെയാണ് മോഡറേറ്റിംഗ് വാരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വാരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് എ തേർഡ് വാരിയബിൾ. ചില സാഹചര്യത്തിൽ 2 വാരിയബിൾ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഡിപ്പെൻഡൻറ്റ് വാരിയബിളും തമ്മിൽ ഒരു സ്ട്രോങ്
റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു വാരിയബിളും കൂടി ആയിരിക്കും എന്തെന്ന് വിളിക്കുന്നത്, മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ മോഡറേറ്റിംഗ് വാരിയബിൾ മോഡിഫൈ ഓർ എഫക്റ്റ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഡിപെൻഡൻറ്റ് വാരിയബിളും തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാനോ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ടൈപ്പ് ഓഫ് വാരിയബിൾസിനെയാണ് നമ്മൾ മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്. ചിലപ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം, ലൈക്ക് ആ ഒരു സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന പേഴ്സൻ്റെ ഏജ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം, അവരുടെ ഫീലിങ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ക്വാണ്ടിറ്റേറ്റീവും ആയിരിക്കാം. ക്വാളിറ്റേറ്റീവ് മീൻസ് ഫീലിങ്സ് കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് അവരുടെ ഏജ്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ. And it changes the direction and strength of correlation between independent and dependent variable. അതായത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിൻ്റെയും ഡിപെൻഡൻറ്റ് വാരിയബിളിൻ്റെയും കോറിലേഷൻ സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ ഡയറക്ഷനോ അതിൻ്റെ ദിശയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് വാരിയബിളാണ് മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മോഡറേറ്റിംഗ് വാരിയബിൾ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. വർക്കൗട്ട് അല്ല, എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നോർമലി ഈ കാഷ്വൽ വാരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും അതേപോലെ തന്നെ ഡിപെൻഡൻറ്റ് വാരിയബിളും ലീനിയർ റിലേഷൻഷിപ്പാണ് കാണിക്കാറ്. അതായത് പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിന് ഒബീവിയസ് ആയിട്ട് എന്തുണ്ടാകുന്നു, പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഡിപെൻഡൻറ്റ് വാരിയബിളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സപ്പോസ് 10% ഇൻക്രീസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ലീഡ്സ് ടു 10% ഇൻക്രീസ് ഇൻ സെയിൽ. സിമ്പിളായിട്ടൊരു കാര്യം അല്ലേ. 10% അഡ്വർടൈസ്മെൻറ്റ്, 10% അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 10% എന്ത് ചെയ്യുന്നു, സെയിൽസിലും വർധനവുണ്ടാവും എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാര്യം. ബട്ട് there may be another variable that may alter the causal relationship. അല്ലെങ്കിൽ ആ ഒരു വസ്തുതയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ സാധിക്കുന്ന മറ്റു ചില വാരിയബിൾസ് ഉണ്ടാവാം. സപ്പോസ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സെയിൽസ് ടാർഗറ്റ് കൊടുക്കുവാണ്, വർക്കേഴ്സിന് എന്ത് കൊടുക്കുന്നു, സെയിൽസ് ടാർഗറ്റ് കൊടുക്കുന്നു. അതായത് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സെയിൽസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ റിവാർഡോ വേജസോ ഇൻസെൻറ്റീവ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 25% സെയിൽസ് വർദ്ധിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് വർദ്ധിച്ചു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ മോഡറേറ്റിംഗ് വാരിയബിൾ ഓർ ദ തേർഡ് വാരിയബിൾ. അതായത് പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ് ഓർ റിവാർഡ് ഈസ് ദ തേർഡ് വാരിയബിൾ. അപ്പോൾ ഈ തേർഡ് വാരിയബിളാണ് അല്ലെങ്കിൽ ആ ഒരു മോഡറേറ്റിംഗ് വാരിയബിളാണ് ഈ രണ്ട് വാരിയബിൾസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാഷ്വൽ റിലേഷൻഷിപ്പിനെ മോഡിഫൈ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്തത് അല്ലെ, അതിനെ മാറ്റിയത് ആ ഒരു വാരിയബിളാണ്. ദാറ്റ്സ് വൈ അതിനെ നമുക്ക് തേർഡ് വാരിയബിൾ എന്നും അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തുക അല്ലെ, മോഡിഫൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വാരിയബിളിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റർവെയിനിങ് വാരിയബിൾ. ഇൻ്റർവെയിനിങ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫാക്ടർ വിച്ച് തിയററ്റിക്കലി എഫക്ട്സ് ദ ഒബ്സർവേഷൻ ഓർ റിസൾട്ട്സ് but cannot be seen, measured or manipulated, and it is inferred after watching the effects of the independent variable and moderating variable on dependent variable. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു സ്റ്റഡിയിലെ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന വാരിയബിൾസിലുള്ള ചേഞ്ചും അതിൻ്റെ എഫക്ട്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് യാതൊരുവിധ ഒബ്സർവേഷനിലൂടെയോ നമുക്ക് റിസൾട്ട്സ് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വാരിയബിൾസിനെയാണ് ഇൻ്റർവെയിനിങ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാനോ മെഷർ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. സോ എ ഫാക്ടർ വിച്ച് തിയററ്റിക്കലി എഫക്ട്സ് ദ ഒബ്സർവേഷൻ ഓർ റിസൾട്ട്സ്. ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു വാരിയബിൾ
അതെന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവേഷനെയോ അല്ലെങ്കിൽ റിസൾട്ടിനെയോ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. പക്ഷെ അവിടെ എന്താ പറയുക, എന്തോ ഒരു വാരിയബിൾ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം റിസൾട്ടിനെ അല്ലെങ്കിൽ സ്റ്റഡിയെ ബാധിക്കുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇൻഫർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കും? ആഫ്റ്റർ വാച്ചിങ് ദ എഫക്ട്സ്. അത് ആ ഒരു എഫക്റ്റ് നമ്മൾ കണ്ടതിന് ശേഷമായിരിക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. ആൻഡ് ഇറ്റ് സർഫേസസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. അത് പരന്ന് കിടക്കും. എപ്പോഴാണ് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക എന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് സർഫേസസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് തുടങ്ങി അവസാനിക്കുന്ന വരെ എപ്പോൾ വേണമെങ്കിലും ഇൻ്റർവീനിങ് വാരിയബിളിൻ്റെ എഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫാക്ടറിൻ്റെ എഫക്റ്റ് ഉണ്ടാവാം. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു കോൺസെപ്ച്വലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. ആ ഒരു ഇൻ്റർവീനിങ് വാരിയബിൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ സാധിക്കുന്നതാണ്. നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു നല്ല സ്പീക്കർ അല്ലെങ്കിൽ ഒരു നല്ല ലെക്ചർ അല്ലെങ്കിൽ ഒരു നല്ല ടീച്ചർക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. So we can say that a good speaker or teacher can increase understanding of student on a topic. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം അല്ലേ? ഇവിടെ 2 വാരിയബിൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു സ്പീക്കർ അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ളത് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളാണ്. ആ ടീച്ചർ അല്ലെങ്കിൽ ആ സ്പീക്കർ ആണ് സ്റ്റുഡൻറ്റിനെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഡിപെൻഡൻറ്റ് വാരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ആൻഡ് ഡിപെൻഡൻറ്റ് വാരിയബിൾ ഇൻഫ്ലുവൻസസ് ദ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. അതായത് സ്റ്റുഡൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും? ആ ഗുഡ് സ്പീക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ടീച്ചിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ ഹിയർ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഈസ് ദ ഗുഡ് സ്പീക്കർ ആൻഡ് ഡിപെൻഡൻറ്റ് വാരിയബിൾ ഈസ് ദ സ്റ്റുഡൻറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഒബിയസ്ലി ദർ ഈസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. എന്താണ് ആ അവിടെയുള്ളൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ബെറ്റർ സ്പീക്കർ ഇൻക്രീസിങ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? ബെറ്റർ സ്പീക്കർ ആണെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും എന്നുള്ളതാണ് അവിടുത്തെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇതിലൊന്നും പെടാത്ത, അതുമല്ല ഈ 2 വാരിയബിൾസിനെയും, അതായത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെയും ഡിപെൻഡൻറ്റ് വാരിയബിളിനെയും എഫക്റ്റ് ചെയ്യുന്ന മറ്റു ചില വാരിയബിൾസ് ഉണ്ടാവാം, അല്ലേ? അതായത് നല്ലൊരു സ്പീക്കറും നല്ലൊരു ലേണറും ഉണ്ടായാൽ മാത്രം പോരാ, മറ്റു ചില ഘടകങ്ങളും ലേണിങ്ങിനെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അതായത് നല്ല എൻവയോൺമെൻറ്റ്, നല്ല സൗണ്ട് പ്രൂഫ് ഹാള് അല്ലെങ്കിൽ AC റൂം, നല്ല ലൈറ്റിങ്, നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ എക്സലൻ്റ് ആണെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ലേണിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി എന്താവും? ബെറ്റർ ആവും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എൻവയോൺമെൻറ്റൽ ഫെസിലിറ്റീസിനെ നമുക്ക് മോഡറേറ്റിംഗ് വാരിയബിളാക്കി വെക്കാം. അതാണ് മോഡറേറ്റിംഗ് വാരിയബിൾ. പക്ഷെ അതൊക്കെ എക്സലൻ്റ് ആയിരുന്നു. അപ്പം ഗുഡ് ടീച്ചറാണ്, സ്റ്റുഡൻറ്റിന് പ്രോബ്ലം ഒന്നുമില്ല, നല്ല മോഡറേറ്റിംഗ് വാരിയബിൾ, ദാറ്റ് മീൻസ് നല്ല കണ്ടീഷൻസ് ആണ്. ബട്ട് നെക്സ്റ്റ് ഡേ നോ വൺ റീകോൾ ദ ബേസിസ് ഓഫ് ദ ലെക്ചർ. തലേന്നത്തെ ലെക്ചറിൻ്റെ, ദാറ്റ് മീൻസ് ക്ലാസ്സിൻ്റെ യാതൊരുവിധ ബേസിസ് പോലും ഒരാൾക്കും റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there may some intervening variable. അപ്പോഴാണ് നമുക്ക് അവിടെ ഇൻ്റർവീനിങ് വാരിയബിളിൻ്റെ പ്രസൻസ് ഉണ്ടായേക്കാമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറയുക, നമുക്ക് അത്തരത്തിലുള്ള വാരിയബിൾ കാണാനോ അറിയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ വരെ? ആ ഒരു എന്താ പറയുക എക്സ്പെരിമെൻറ്റ് തീരുന്നവരെ, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു സെഷൻ തീരുന്നവരെ, ആ ഒരു സെഷൻ തീർന്ന പിറ്റേന്നാണ് മറ്റൊരു വാരിയബിൾ ഇതിനെ സ്വാധീനിക്കുന്നു നമുക്ക് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം എന്തായിരിക്കാം ആ ഇൻ്റർവീനിങ് വാരിയബിൾ? പല കാര്യങ്ങളും ആയിരിക്കാം. ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡ് ആയിരിക്കും അവിടെ ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നത്. ഒന്നുകിൽ ചിലപ്പം എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള വറി ആയിരിക്കാം, അല്ലെങ്കിൽ സിലബസ് ബേസ്ഡ് കണ്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ള ചിന്തയായിരിക്കാം. എന്തായിരുന്നാലും വേണ്ടില്ല, അത്തരത്തിലുള്ള പ്രോബ്ലംസ് കാരണം സ്റ്റുഡൻസിന് അറ്റൻഷൻ കൃത്യമായിട്ട് നൽകാൻ സാധിക്കാത്തതായിരിക്കാം ചിലപ്പോൾ അവിടെ ഇൻ്റർവീനിങ് വാരിയബിളായിട്ട് വന്നിരിക്കുന്നത്.
സോ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ഓഫ് വാരിയബിളിലേക്ക് പോവാം, ദാറ്റ് ഈസ് എക്സ്ട്രാനിയസ് വാരിയബിൾ. ഓക്കെ, സോ ദീസ് ആർ ദ വാരിയബിൾസ് വിച്ച് ആർ ഔട്ട്സൈഡ് ഓർ എക്സ്റ്റേണൽ ടു ദ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനും ബന്ധമൊന്നും ഇല്ലാത്ത, അതായത് എക്സ്റ്റേണൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിരിക്കുന്ന വാരിയബിളിനെയാണ് എക്സ്ട്രാനിയസ് വാരിയബിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വാരിയബിൾ അൺഡിസൈറബിൾ വാരിയബിൾസ് ആണ്. അത് റിലേഷൻഷിപ്പിനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, എക്സ്പെരിമെൻ്റ് എക്സാമിൻ ചെയ്യുന്ന വാരിയബിൾസിനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നൊന്നുമില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ബട്ട് ദീസ് ആർ വാരിയബിൾസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. പക്ഷേ ഈ വാരിയബിൾസ് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിനെ ബാധിക്കുന്നുണ്ട്. അതായത് അറ്റ് ലാസ്റ്റ് ആ ഒരു ഔട്ട്കം നമുക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു വാരിയബിളിൻ്റെ കാര്യം കൂടി ഉണ്ടായിരിക്കും. പക്ഷേ ഈ വാരിയബിൾ ഉള്ളതുകൊണ്ട് സ്റ്റഡിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള വാരിയബിളിനെയാണ് എക്സ്ട്രാനിയസ് വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും, നമുക്ക് എങ്ങനെ എക്സ്ട്രാനിയസ് വാരിയബിളിനെ നമുക്ക് എക്സാമ്പിളിലൂടെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യാണ് MCOM സ്റ്റുഡൻസിൻ്റെ, എന്തോ ആയിക്കോട്ടെ PG സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അപ്രൈസലാണ് നമ്മൾ നടത്തുന്നത്. അതായത് അവരുടെ ക്ലാസ് പെർഫോമൻസ്, അവരുടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെർഫോമൻസ് സ്റ്റഡി നടത്തുന്നതെങ്കിൽ, ഫാമിലി ഇൻകം അതിലൊരു വാരിയബിൾ ആക്കി എടുക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഔട്ട്സൈഡ് ആയിരിക്കുന്ന, എക്സ്റ്റേണൽ ആയിരിക്കുന്ന വാരിയബിൾ ആണല്ലോ, അല്ലേ? അപ്പോൾ MCOM സ്റ്റുഡൻറ്റ് പെർഫോമൻസിൻ്റെ സ്റ്റഡി ചെയ്യുമ്പോൾ ഫാമിലി ഇൻകം ഒരു വാരിയബിൾ ആയിട്ട് എടുക്കുന്നത് എക്സ്ട്രാനിയസ് വാരിയബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പോലെയാണ്. അതായത് സ്റ്റഡിയുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധമില്ലാത്ത ഔട്ട്സൈഡ് വാരിയബിൾ എടുക്കുന്നു. സോ ദീസ് ആർ ദ വാരിയബിൾസ് വിച്ച് ആർ ഔട്ട്സൈഡ് ഓർ എക്സ്റ്റേണൽ ടു ദ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് വാരിയബിൾസ്: ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, moderating, intervening, and the last one extraneous variables. Okay, thank you.